ഹലോ, ഇന്ന് ഞാനൊരു കേക്ക് വ്ളോഗാണ് ചെയ്യുന്നത്. കുറച്ച് വർക്ക് ഇപ്പോൾ അടുത്ത് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മെർമെയ്ഡ് തീമിലുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇത് അവർ എനിക്ക് പിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ള ഐറ്റം എല്ലാം തന്നെ പ്രിൻ്റ് എടുത്തതാണ്. പ്രിൻ്റ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കത് കുറഞ്ഞ കോസ്റ്റിൽ കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം നമുക്ക് ഫോണ്ടൻറ്റും വെച്ച് ചെയ്യാം. പക്ഷേ പ്രിൻ്റാണ് ഒന്നുകൂടി കോസ്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലത്. അടുത്തത് ഒരു സെറ്റ് കപ്പ് കേക്കും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ മെർമെയ്ഡ് തീം തന്നെ ആയതുകൊണ്ട് തന്നെ ടെയിലും കളർ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് സെയിം ആണ് ചെയ്തിട്ടുള്ളത്. ഈ ടെയിൽ നമുക്ക് വേണമെങ്കിൽ ഫോണ്ടൻറ്റിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രിൻ്റ് ആകുമ്പോൾ കോസ്റ്റ് കുറയും. ഫോണ്ടൻ്റ് ആകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒരു നല്ല കോസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ നേർ പകുതി ഇതിൽ വരുള്ളൂ. ഇനി അടുത്തതാണ് ഒരു സെറ്റ് ബ്രൗണി. ഇതൊരു 750 ഗ്രാംസ് വെയിറ്റ് വരുന്ന ബ്രൗണിയാണ്. മേലെ ന്യൂട്ടെല്ല പൈപ്പിങ്ങും നട്ട്സും വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അവന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ്. ഇത് അതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് കണ്ടാൽ നല്ല തിക്കായിട്ടുള്ള പ്രളയനും നല്ല ബട്ടർ സ്കോച്ചിൻ്റെ സോസും വെച്ചിട്ടുള്ള അടിപൊളി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു നല്ല കേക്കാണ് ബട്ടർ സ്കോച്ച്. അത് പുറമേയുള്ള ഡെക്കറേഷൻ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 1 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ്. അടുത്തത് ഇതൊരു 1 kg കേക്കാണ്. എന്നാൽ ഇത് പരത്തി ചെയ്യണം, ഒരു സ്കൂളിലേക്കുള്ളതായിരുന്നു. പരത്തി ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് 10 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പരത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് 2 ലെയറായിട്ട് 10 ഇഞ്ചിൻ്റെ പാനിൽ ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. താങ്ക് യു.